അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാർ സൂത പൗരാണികനോട് ജ്ഞാനോദയത്തിനായി ഈ പുരാണം വിവരിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഭാഗമാണിത്. സൂത മഹാഭാഗ വദനോ വദതാംബര പുരാണസാരഭൂതം ച ശ്രോതുമിച്ഛാമഹേ വയം. സൂത മഹാഭാഗ, ഭാഗ്യവാനായ സൂത പൗരാണികനെ. സൂതൻ എന്നത് പുരാണങ്ങൾ പറഞ്ഞു തരുന്ന ആചാര്യനെ അഭിസംബോധന ചെയ്യുന്നതാണ്. വദനോ വദതാം വര, വക്താക്കളിൽ ഉത്തമനായ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. പുരാണസാരഭൂതം ച, എല്ലാ പുരാണങ്ങളുടെയും സാരമായിട്ടുള്ള കാര്യങ്ങൾ. ശ്രോതുമിച്ഛാമഹേ വയം, കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശ്ലോകത്തിൻ്റെ സാരം: ശൗനകാദി മഹർഷിമാർ സൂതനോട് പറയുന്നു, ഹേ മഹാഭാഗ്യവാനായ സൂതരെ, അങ്ങ് സംസാരിക്കാൻ കഴിവുള്ളവരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. സകല പുരാണങ്ങളുടെയും സാരമായ ബ്രഹ്മവൈവർത്ത പുരാണം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അത് കേൾക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. വിശദീകരണം: ഇവിടെ സൂത എന്ന് 2 തവണ വിളിക്കുന്നത് വലിയ ബഹുമാനത്തെയും കേൾക്കാനുള്ള ആകാംക്ഷയെയും സൂചിപ്പിക്കുന്നു. ലോകത്തിന് അറിവ് പകർന്നു നൽകുന്ന ആചാര്യനോടുള്ള ശിഷ്യന്മാരുടെ വിനയമാണ് ഇവിടെ കാണുന്നത്. കേവലം കഥകളല്ല, മറിച്ച് പുരാണങ്ങളുടെ സാരം, എസെൻസ് ആണ് തങ്ങൾക്ക് വേണ്ടതെന്ന് മഹർഷിമാർ വ്യക്തമാക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ഏതു പുരാണമാണ് കേൾക്കേണ്ടതെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും മഹർഷിമാർ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.